So today we will be seeing about the image compression model. One of the main reasons we are going for image compression is bandwidth constraint. So second one is you can reduce the storage space. Your image compression model is now encoding part as well as the decoder. In the encoder you will have the mapper, quantizer, and the other algorithms will be using for reducing the bits. And hey Solomon, get out. നീ ക്ലാസ്സിൽ അവളെ തന്നെ നോക്കിയിരിക്കല്ലേ? നീ 24 മണിക്കൂറും അവളെ നോക്കി വെള്ളം ഇറക്കി നിന്നോ? ഇപ്പൊ കിട്ടും. എടാ, നീ ഇത്ര കാലം അവളുടെ പിന്നാലെ നടന്നിട്ട് ഈ നിൽപ്പ് നിൽക്കാനല്ലാതെ അവളുടെ അടുത്തും സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഡാ, കൂടെ പഠിക്കുന്ന സുന്ദരികളായ പെൺകുട്ടികളോട് ഒരു ക്രഷൊക്കെ തോന്നാം. അതൊക്കെ ഒരു ടൈം പാസ്. നീ എന്തായാലും നിന്റെ ഇഷ്ടം അവളോട് തുറന്നു പറ. കിട്ടിയാ കോൾ അടിച്ചു, കിട്ടിയില്ലെങ്കിൽ ക്യാൻറ്റീനിൽ നിന്ന് കോൾ അടിച്ചോ. കൂടുതൽ പെണ്ണുങ്ങളെ ഫ്ലേർട്ട് ചെയ്യുമ്പോഴേ നമ്മൾ പുരുഷന്മാരാവുള്ളൂ. എല്ലാടാ ചാർലി. പിന്നല്ലാതെ. കളക്ഷനൊക്കെ കുറവാണല്ലേ. ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്യണപ്പ. അങ്ങോട്ട് നോക്കി. കറുത്ത ചുരിദാറാ വീണ. ഓ, അല്ലേ? തൃശ്ശൂരിലാ വീട്. ഓ പിന്നെ വീണപ്പൂവേ. അയ്യോ, മൃദുല ടീച്ചറെ അങ്ങോട്ടൊന്ന് നോക്കിയേ. എത്ര സന്തോഷിച്ചിട്ട് അവരിയ്ക്കുന്നേ. നിന്റെ വിചാരം അവർക്ക് വിഷമങ്ങളില്ലെന്നാണോ? അവരുടെ ഉള്ളിലും എന്തോരം വിഷമങ്ങളുണ്ടെന്നറിയാമോ? പഠിപ്പിനെ കുറിച്ച്, വീട്ടുകാരെ കുറിച്ച്, അങ്ങനെ കുറെ. ശരിയാ ടീച്ചറെ. ആർക്കാ ഈ ലോകത്ത് പ്രശ്നങ്ങളില്ലാത്തത്? നിന്റെ പ്രശ്നം എന്താ? 2 വയസ്സുള്ള മോനെ വീട്ടിൽ തനിച്ചാക്കി പോരണം. പിന്നെ ഹസ്സിന്റെ ജോലി തിരക്ക് കാരണം സംസാരിക്കാൻ പോലും നേരം കിട്ടാറില്ല. അതല്ലേ? എനിക്കെന്തെങ്കിലും പ്രശ്നമുള്ളതായി എന്റെ സംസാരത്തിൽ നിന്ന് തോന്നിയിട്ടുണ്ടോ? ടീച്ചർക്കറിയോ, എന്റെ ഹസ്സിന് ജോലിയില്ലാതെ വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം 1 അതിന്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ് പുള്ളിക്ക്. ഞങ്ങൾ തമ്മിലുള്ള സംസാരം തന്നെ ഇല്ലാതായി. പിന്നെ പിള്ളേര് 3 ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് വേണം അവർക്കും എന്തെങ്കിലും വെച്ചു കൊടുക്കാനും അവരുടെ പ്രശ്നങ്ങൾ തീർക്കാനും. കുടുംബത്തിൽ ആകെ ഒരു സമാധാനമില്ല. ആകെ ഒന്ന് സന്തോഷിക്കുന്നത് ഇവിടെ വന്ന് നമ്മുടെ സ്റ്റുഡൻസിനെയൊക്കെ കാണുമ്പോഴാണ്. താങ്ക് യു. ശ്രീ, എന്തു പറ്റി? കുറച്ചു നേരമല്ലോ ടെൻസ്ഡ് ആയിരിക്കുന്നു. നീ ഇന്ന് ക്ലാസ്സിൽ ഒരുമാതിരി ആയിരുന്നല്ലോ. എന്താ പ്രശ്നം? എന്തായാലും പറയടാ. ആകെ പ്രശ്നമായിടാ വീട്ടിൽ. എന്തു പറ്റി? അപ്പൻ്റെ ബിസിനസ് ആകെ പൊളിഞ്ഞു. അതോടെ അപ്പനിപ്പോൾ വല്ലാത്ത അവസ്ഥയില്ല. എൻ്റെ പഠിപ്പിനെ ഓർത്തിട്ട് അപ്പന് വല്ലാത്ത വിഷമം.
ഇപ്പോൾ റിസൾട്ടും കൂടി വന്നപ്പോൾ 3 എണ്ണത്തിലാണ് പോയത്. അതൊക്കെ എഴുതി എടുക്കാവുന്നതല്ലേ ഉള്ളൂ. ശരിയാ, പക്ഷേ അമ്മയും അപ്പയും ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്. അമ്മ ഇപ്പോൾ പണ്ടത്തെ പോലെ ഫോണിൽ സംസാരിക്കും. അത് പ്രശ്നമൊന്നുമില്ല, 2 ദിവസം കഴിയുമ്പോൾ ശരിയാവും. ഈ സെമ്മിൽ ഫീസ് കടം വാങ്ങിയിട്ട് അപ്പം കെട്ടി. അത് കൂടി ഓർക്കുമ്പോൾ കാശിനുള്ള ആവശ്യമുണ്ടെങ്കിൽ നിനക്ക് ഞങ്ങളോട് പറഞ്ഞൂടെ? അതെ, അതിലാണ് ഫ്രണ്ട്ഷിപ്പ്. നിനക്കൊരു പ്രശ്നം വന്നാൽ ഞങ്ങളും കൂടെ ഉണ്ടാവില്ലേ? വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡാ ഒരു കോൾ ഒത്തിട്ടുണ്ട്. ജൂനിയേഴ്സാ. നീ ഏത് ബുക്കാ വായിച്ചേ? ഇങ്ങോട്ട് വാടാ. ഇത് ലൈനാണോടാ? അല്ല, ഇതെന്റെ ഫ്രണ്ടാ. അതൊക്കെ പോട്ടെ, നീ പോയി 4 പഫ്സ് വാങ്ങിച്ചോണ്ട് വാ. കാശില്ല. നിന്റെ ഉണ്ടോടി? കാശില്ല. അതന്നെയാടി കാശില്ലാത്ത. കോളേജിൽ പോകുമ്പോ കാശ് എടുക്കാറില്ല. എന്താടാ നീ നോക്കി പേടിപ്പിക്കണേ? മോനെ, ഇങ്ങനെ പോയാ നീ വാങ്ങിച്ചു കൂട്ടും. നീ ചെല്ല്, നിന്നെ എടുത്തോളാം. Mom bought this dress from abroad. Very nice. ഇന്നലെ രാത്രി വിളിച്ചിരുന്നല്ലോ, ബിസി ആയിരുന്നു. When did you call? ഒരു ബൈ അറൗണ്ട് 12 to 1 വരെ ട്രൈ ചെയ്യായിരുന്നു, ബട്ട് നോ രക്ഷ. Oh, sorry da, my dad called. That's okay. പിന്നെ പാതിരാത്രിക്ക് അപ്പനോട് സംസാരിക്കണം. Burger is delicious. Can you please get me another one? Okay, sure. അവളുടെ ഒരു ബർഗറും കട്ട്ലറ്റും. ഓരോരുത്തന്മാരൊരു അവസ്ഥ. മോളെ രാഗി, ഇനി അവൾ വരണ മട്ടില്ല. ശരിയാ, നമ്മൾ എത്ര നേരമായി അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അവൾ വരും. നിങ്ങളെക്കാൾ നന്നായി എനിക്ക് അവളെ അറിയാം. എന്തായാലും അവൾ വന്നിട്ട് എൻ്റെ കേക്ക് കട്ട് ചെയ്യും. Ragi, this is too bad. Anyway, I don't like this kind of cheap sentiments. ശില്പ, നിന്നോട് പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. തുടങ്ങി രണ്ടും കൂടെ. വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് നമ്മൾ ബി എടുത്ത് ഇൻഫിനിറ്റി ആഡ് ചെയ്യുമ്പോൾ നോക്കാൻ വേണ്ടി ആൻസർ കിട്ടും. കുറച്ച് ഡിഫറൻസ് കേക്ക് കട്ട് ചെയ്തത് 12:30 ആക്കാം, എന്നിട്ട് ഒരു വലിയ സർപ്രൈസ് കൊടുക്കാം. നല്ല ഐഡിയ. അത് കൊള്ളാം. എന്താ മാഷേ, ഹോസ്റ്റലിലേക്ക് പോകാറായില്ലേ? ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതാ. എന്നാ ശരി, പോട്ടെ. ഓക്കെ, ബൈ. മെർലിൻ, ഒരു സെക്കൻഡ്, ക്യാൻറ്റീനിലേക്ക് വരുന്നോ? എന്താ നിന്റെ ട്രീറ്റ് ആണോ? അവരെ വിളിക്കട്ടെ? വേറൊരു ദിവസം. ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ്. വാ, ഇരിക്ക്. അങ്ങനെ 2 കളിക്കൂട്ടുകാരികളും 1 മാസത്തിന് ശേഷം സംസാരിക്കാൻ തുടങ്ങിയല്ലോ. ഓ, അതല്ല ഇപ്പൊ ഇത്രയും വലിയ കാര്യം. നിന്റെ സ്വഭാവം എനിക്ക് പിടിക്കുന്നില്ല. ഉള്ള കാര്യം പറയാലോ. ചെറിയ കാര്യത്തിന്റെ പേരിൽ ഞാൻ ദിവസങ്ങളോളം മിണ്ടാതെ നടക്കുക. ശില്പ, പ്ലീസ് സ്റ്റോപ്പ്. ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങുന്ന സ്വഭാവം എനിക്ക് പണ്ട് മുതലേ ഉള്ളതാ. അത് നിന്നേക്കാൾ നന്നായിട്ട് രാഗിക്കറിയാം. എന്നാലും ഇത്രയും നാളും നീ അവളെ വിഷമിപ്പിക്കണ്ടായിരുന്നു. ഞാൻ വിഷമിച്ചില്ലെന്നാണോ നിങ്ങൾ പറയണത്? ഇവളോട് സംസാരിക്കാതെ ഇരുന്നിട്ട് എനിക്കാകെ മനോവിഷമമായിരുന്നു. എന്നാലും ആ പിണക്കത്തിന് നമ്പരത്തിനൊരു സുഖമുണ്ടായിരുന്നു, ഒരു സ്നേഹത്തിൻ്റെ സുഖം. ഇന്ന് സന്തോഷിക്കാൻ എവിടെ കൂടിയിരിക്കുന്നത്, അല്ലാതെ വിഷമിച്ച് മുഖത്തോട് മുഖം നോക്കിയിരിക്കാനല്ല. டேய், இந்த மாதிரியெல்லாம் ஒரு பிள்ளைய பெற்று
வெளியூரில் கொண்டு வந்து படிக்க வச்சதுக்கு என்ன மாதிரி அப்பாவை தான் உதைக்கணும். நாங்கள் எல்லாம் ஸ்கூலில் படிக்கும்போது ஒரு நாளைக்கு பல கிலோமீட்டர் நடந்தே போவோம்டா. அப்பமெல்லாம் ஒரு பஸ்ஸு 10 பைசா டிக்கெட்டு, அதையே வீட்டில் தரமாட்டாங்க. உனக்கெல்லாம் அது புரியுதா? உனக்கு என்ன கேட்டா வாங்கி தரல, எதுலையாவது குறை வச்சோமாடா? எப்போ கேட்டாலும் பணம் கொடுக்குறோம், ஆனால் நீ எல்லாத்தையும் வீணாக செலவு பண்ணுற. டே, இங்கே படிக்கத்தான் அனுப்பணும், அதை தவிர எல்லா வேலையும் பண்ணுற. படிக்கத்தான் வந்தோன்ற அறிவு முதல்ல வேணும்டா. இப்போ உனக்கு எந்த கஷ்டமும் தெரியாதுடா. படித்து முடிச்சுட்டு வீட்டில் சும்மா இருந்தோன்னு வெய், எல்லாரும் கேலி பண்ணுவாங்க, கிண்டல் பண்ணுவாங்க. அப்போதான் அந்த வலி உனக்கு என்னன்னு தெரியும். டே, முடிய ஸ்டைலாக வருது, காதில் கம்மல் போட்டு பேண்ட்டை இடுப்பு கீழே போட்டு போகிறதெல்லாம் இருக்கட்டும். படிக்க வந்திருக்கோன்னு நினச்சிக்கோ. என்ன, இது உன் வாழ்க்கை. இதுக்கு பிறகு நீ முடிவு பண்ணிக்கோ. அப்பா, இனிமேலேருந்து நான் நல்லா படிக்கிறேன். Happy birthday to you, happy birthday to you, happy birthday dear Ragi, happy birthday to you. இது உன்னோட வாழ்க்கை. இதுக்கு மேலே நீ என்ன வேணாலும் பண்ணு. I'm sorry. താങ്ക് യു. കഴിക്കാൻ എന്തുവാ? അതൊക്കെ പിന്നെ പറയാന്നേ. ശരി. ഇന്നെന്താ പ്രത്യേകത? ഹലോ, എന്ത് പറ്റി? നത്തിങ്. What's so special about today? പ്രത്യേകത ഒന്നുമില്ല. ഒന്ന് നിന്നെ തനിച്ച് സംസാരിക്കാൻ വിളിച്ചതാ. ഓഹോ, എന്താ ഇത്ര തനിച്ച് സംസാരിക്കാൻ? അത് പറയടോ. അത് പിന്നെ ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇതാണോ തനിച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ്? ക്ലാസ് ബോറായിരുന്നു. എന്നാ ഞാൻ പോട്ടെ. അല്ല, ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എന്താ? എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എന്നാ ഞാൻ പോട്ടെ. ഒന്നും പറഞ്ഞില്ല. മോനെ ആൽബി, നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ? അതിൻ്റെ ഇടയിൽ ലവ് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ. എന്നാ ഞാൻ പോട്ടെ. കല്യാണത്തിന് പോണം, എല്ലാവരും വരും, കസിൻസ് ഒക്കെ വരും. എന്താ കഴിക്കാൻ പറയണ്ടേ? നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ? I'm sorry. It's okay. കലാലയ ജീവിതത്തിൽ മനസ്സ് തുറന്ന് സൗഹൃദം പങ്കുവയ്ക്കാനും സങ്കടവും സന്തോഷവും ഒരുപോലെ പങ്കിടാനും സാധിക്കുന്ന ഒരേയൊരു സ്ഥലമാണ് ക്യാൻറ്റീൻ. നമ്മുടെ കലാലയ ജീവിതത്തിലെ ചില ധന്യമുഹൂർത്തങ്ങൾ അവിസ്മരണീയമാക്കാൻ നമ്മളിവിടേക്ക് കടന്നു വരാറുണ്ട്. ഈ കഥ മുന്നോട്ട് പോകുന്നതും കഥാസന്ദർഭമൊരുങ്ങുന്നതും ഇവിടെ വെച്ചാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ നായകനും നായികയുമെല്ലാം ഈ ക്യാൻറ്റീൻ തന്നെ. അങ്ങനെ ക്യാമ്പസ് കഫറ്റേരിയയ്ക്ക് പ്രത്യേകതകൾ ഏറെയാണ്.
കാലം അവളുടെ പിന്നാലെ നടന്നിട്ട് ശോ. അതൊക്കെ പോട്ടെ. ഇത് വേണ്ട, എനിക്കിത് വേണ്ട. വേണ്ട വേണ്ട വേണ്ടെങ്കിൽ വേണ്ട, ഇവിടെ വെറുതെ വെച്ചാൽ മതി. പിന്നെ പേടിച്ചു.